ആലപ്പുഴയിൽ പീഡന പരാതിയിൽ ജിംനേഷ്യം നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. നൂറിനാട് പാറ ജംഗ്ഷനിൽ ജിംനേഷ്യം നടത്തുന്ന നൂറിനാട് മുതുകാട്ടുകര വൃന്ദാവനത്തിൽ VR വിഷ്ണുവിനെയാണ് നൂറിനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നൂറിനാട് സ്വദേശിനിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഏപ്രിൽ 14-നായിരുന്നു സംഭവം. നൂറിനാട് SHO ശ്യാം മുരളിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പന്തളത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. BJP മഞ്ചേശ്വരം മണ്ഡലം അവലോകന യോഗത്തിൽ അശ്വനിക്കെതിരെ രൂക്ഷ വിമർശനം. SIRൽ ജില്ലാ നേതൃത്വം ജാഗ്രത പാലിച്ചില്ലെന്നാണ് വിമർശനം. അശ്വനിക്ക് ചുമതലയുണ്ടായിട്ടും വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനം മണ്ഡലത്തിൽ ഏകോപിപ്പിച്ചില്ലെന്നും വിമർശനമുണ്ട്. ആദ്യഘട്ടത്തിൽ ചേർത്തത് 1000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. 4000-ഓളം വോട്ട് ചേർത്തത് K സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ എത്തിയതിനു ശേഷമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അശ്വനിയുടെ മകന്റെ വോട്ട് പോലും ചേർത്തില്ലെന്നും യോഗത്തിൽ വിമർശനമുണ്ട്. NIക്ക് കത്ത് നൽകി BJP. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണമെന്ന് BJP തൃശൂർ ജില്ലാ ഇന്റലക്ച്വൽ സെൽ കൺവീനർ പ്രസീദ് ദാസാണ് ഇത് സംബന്ധിച്ച് NI ഡയറക്ടർക്ക് പരാതി നൽകിയത്. അറബിക് റെസ്റ്റോറന്റുകളുടെ സാമ്പത്തിക സ്രോതസ്സും രാജ്യവിരുദ്ധ ബന്ധവും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നോട്ട് നിരോധനത്തിന് ശേഷം തുടങ്ങിയ ഹോട്ടലുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പരാതിയിൽ ആവശ്യമുണ്ട്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വൻതോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഇത്തരം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചത് സംശയാസ്പദമാണെന്നും ഇതിൽ വിദേശ ഫണ്ടുകളുടെ പങ്ക് പരിശോധിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. സിനിമാ ചിത്രീകരണത്തിനെത്തിയ ക്യാമറ അസിസ്റ്റന്റ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ. കൊടുങ്ങല്ലൂരിൽ സിനിമാ ചിത്രീകരണത്തിനെത്തിയ സംഘത്തിലെ ക്യാമറ അസിസ്റ്റന്റിനെ താമസിച്ചിരുന്ന വീടിന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി 51 വയസ്സുള്ള കല്ലൂർ ജാഫറാണ് മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോ കമലേഷ് എടുത്ത സംഘം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു സംഭവം. സിനിമയുടെ ചിത്രീകരണത്തിനായാണ് സംഘം എത്തിയത്. വടകരയിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. വടകര ചാനിയം കടവിന് സമീപം സ്റ്റീൽ ബോംബ് കണ്ടെത്തി. 3 സ്റ്റീൽ ബോംബാണ് കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോംബ് കണ്ടെത്തിയത്. ബോംബ് നിർവീര്യമാക്കാൻ നടപടി തുടങ്ങി. റോഡിന് കുറുകെയുള്ള ചാലിലാണ് ബോംബ് കണ്ടെത്തിയത്.